ശബ്ദരേഖ വിവാദമായതിന് പിന്നാലെ മലക്കം മറിഞ്ഞ് ശരത് പ്രസാദ്. ഓഡിയോയുടെ ആധികാരികതയിൽ സംശയമുണ്ടെന്നും നേതാക്കളെക്കുറിച്ച് തനിക്ക് മോശമായ അഭിപ്രായമില്ലെന്നും ശരത് പ്രസാദ് ഫേസ്ബുക്കിൽ കുറിച്ചു. ശരത്തിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര ആദായനികുതി വകുപ്പിലും വിജിലൻസിലും പരാതി നൽകി. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് CPM പ്രതികരിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ശരത് പ്രസാദ് വിശദീകരണവുമായി രംഗത്തെത്തിയത്. CPMന്റെ നേതാക്കൾ തനിക്ക് ഗുരുക്കന്മാരെ പോലെയാണെന്നും നേതാക്കളെക്കുറിച്ച് മോശമായ അഭിപ്രായമില്ലെന്നും ശരത് പറയുന്നു. പാർട്ടിയിൽ നിന്നും പുറത്തുപോയ ചിലർ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ശബ്ദരേഖ പുറത്തുവന്നതെന്നും ശരത് പ്രസാദ് വ്യക്തമാക്കി. ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ CPM തള്ളി. ഇത്തരത്തിൽ അനുചിതമായൊരു പരാമർശം അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് വീണ് കിട്ടിയ ഒരു ആയുധം എന്ന നിലയിലാണ് അവരത് പ്രചരിപ്പിക്കുന്നത്. താൻ അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കൾ എവിടെ എന്നായിരുന്നു MK കണ്ണന്റെ ചോദ്യം. ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് അത് പറയും. ഒരു 100 രൂപയിൽ കൂടുതലൊരു അക്കൗണ്ട് എനിക്ക് ഒരു ബാങ്കിലും ഇല്ല. പിന്നെന്താ എന്റെ പ്രശ്നം? CPM നേതാക്കൾ അനധികൃതമായി പണം സമ്പാദിക്കുന്നതിൽ യുവ നേതാക്കൾക്ക് അമർഷമുണ്ടെന്ന് അനിൽ അക്കര. തൃശൂർ ജില്ലയിലെ CPM നേതാക്കന്മാരുടെ അവിഹിത സമ്പാദ്യം പാർട്ടിയിലെ ഒരു തലമുറ അല്ലെങ്കിൽ ഒരു വിഭാഗം അംഗീകരിക്കുന്നില്ല എന്നതിന്റെ കൂടി തെളിവാണ്. സംഭവത്തിൽ BJPയും സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തി. ഇതിനിടെ മണ്ണുത്തി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള സഹകരണ സംഘങ്ങളിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് നിബിൻ ശ്രീനിവാസനെ CPM നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കി. മീഡിയ 1 തൃശൂർ.